കാര്യം സാധിക്കാൻ കൈക്കൂലി വരെ കൊടുക്കേണ്ടി വരും. ആ കൈക്കൂലിക്ക് കൊടുക്കാനുള്ള പണം കൂടാണ് ജപ്പാൻ ഗവൺമെൻറ് ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായി? ഇതിൻ്റെ ഭാഗമായിട്ട് അത് നടത്തേണ്ടി വരും ജപ്പാൻ ഗവൺമെൻറ്റിനാണ്. ഇന്ത്യ ഈസ് എ കറപ്റ്റ് സ്റ്റേറ്റ്. ഓസ്ട്രേലിയൻ സർക്കാർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സർക്കാരിനെ പോലല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രോഡ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അദാനിയെ പിടിച്ച് അവർ ജയിലിടും. ഒരു സംശയം വേണ്ട അതിന്. അതേസമയം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ പണം എടുത്തിട്ട് സ്വന്തം വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചു എന്നുള്ള കേസിലെ പ്രതി അവർ ട്രസ്റ്റിൻ്റെ പണം ടാറ്റോ ബിർള ഗോയങ്ക നാട് മുടിക്കും കുത്തകൾ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് നടക്കാം. നാട്ടിലുള്ള പൗരന്മാർക്ക് തൊഴിൽ കിട്ടില്ല, ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടില്ല, രാജ്യം മുന്നോട്ട് പോവില്ല. ആ അന്തരീക്ഷം ഉപയോഗിച്ച് പലരും വളരും. ചിലർ വളരെ വലിയ ശാഖോപശാഖകളുള്ള വൃക്ഷങ്ങളായിട്ട് അതന്യപ്പോലെ വളരും. മറ്റു ചിലരൊക്കെ ചെടികളായിട്ട് വളരും. ചിലരൊക്കെ മുളയ്ക്കാതിരിക്കുകയും ചെയ്യും. ഒരു നില തന്നെ പോകും. അത് ഓരോരുത്തരുടെ ബിസിനസ് സ്നാക്ക് അനുസരിച്ചിരിക്കും. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട ഒരു ബിസിനസ്സുകാരനാണ് ഗൗതം അദാനി. രാഹുൽ ഗാന്ധി ഏറ്റവും അധികം വിമർശിച്ചുള്ള ബിസിനസ്സുകാരൻ ഗൗതം അദാനിയാണ്. BJPയുടെ ഫണ്ടെല്ലാം തന്നെ ഗൗതം അദാനിയുടെ കൈവശമാണ്. അദ്ദേഹമാണ് BJPയുടെ പിന്നിൽ നിൽക്കുന്നത് എന്നുള്ള ആരോപണം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അമേരിക്കയിൽ ചീറ്റിങ്ങിന് കേസെടുത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി പ്രശസ്ത പത്രപ്രവർത്തകൻ ശ്രീ പന്ത്രണ്ട് രാജൻ നമ്മളൊപ്പമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ ഗൗതം അദാനിക്കെതിരെ കേസെടുക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? രാഹുൽ ഗാന്ധി അദാനിയെയും അതുപോലെ തന്നെ മോദിയെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് കുറെ കാലങ്ങളായിട്ട് പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഇവിടെ നിന്നുള്ളൊരു ബിസിനസ് ഗ്രൂപ്പ് പോവും. ഈ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഏറ്റവും അധികം ബിസിനസ്സുകൾ നടത്തുന്ന ലോകമെമ്പാടും നടത്തുന്ന ഒരു വ്യക്തിയാണ് അദാനി. അദാനിയെ സ്വാഭാവികമായിട്ടും കൊണ്ടുപോകും. ആ രാജ്യങ്ങളുടെ ആവശ്യപ്രകാരമാണ് അവിടെ ചർച്ചകൾ നടത്തണം. അതിലൂടെയാണ് ഈ സകലം ഈ സമഗ്ര ധനകാര്യ കരാർ, സമഗ്ര സാമ്പത്തിക കരാറൊക്കെ ഒപ്പിടുമ്പോൾ ഇതുപോലെ ആൾക്കാരുണ്ടാവണം. ഗവൺമെൻറ് സെക്രട്ടറിമാർ മാത്രം പോരാ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭരണപരമായിട്ടുള്ള നടപടി എന്നുള്ള നിലയിലാണ് പോകുന്നത്. ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നപ്പോഴും സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ഭരിച്ചിരുന്നപ്പോഴും ഈ രാജ്യത്തെ പ്രമുഖ വ്യവസായികളായിട്ടുള്ള ടാറ്റയുമായിട്ടും ബിർളയുമായിട്ടും ഒക്കെ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. അവരൊന്നും അസ്പൃശ്യരായിരുന്നില്ല. അന്നും CPM പാടിയിട്ടുണ്ട്, ടാറ്റ ബിർള ഗോയങ്കെ നാട് മുടിക്കും കുത്തകകൾ എന്ന് പറഞ്ഞ് എതിർത്തപ്പോഴും ടാറ്റയൊക്കെ പിന്താങ്ങിയിരുന്നു നെഹ്റു. അതുകൊണ്ടാണ് EMS അദ്ദേഹത്തെ മൂരാച്ചി എന്ന് വിളിച്ചിരുന്നത്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും. മോദിയെ അദാനി ഇങ്ങനെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. നമ്മൾ ഇനി അദാനിയിലേക്ക് വരാം. അദാനിക്കെതിരെയാണ് US പ്രോസിക്യൂട്ടർമാർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസിൽ പറയുന്നത് അദ്ദേഹം 265 ദശലക്ഷം, അവർ ദശലക്ഷത്തിലാണ് പറയുന്നത്, 10 ലക്ഷം പറയില്ല, കോടിയും പറയില്ല, ദശലക്ഷം, പിന്നെ ദ്വാദശ ലക്ഷം, 20 ലക്ഷം എന്നുള്ളതാണ് അവരുടെ കണക്ക് പ്രകാരം. അദ്ദേഹം അതിൻ്റെ ഒരു ബ്രൈബറി എന്നാണ് പറയുന്നത്, കൈക്കൂലി ഇടപാട് നടത്തിയിട്ടുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഈ കൈക്കൂലി കൊടുക്കാതെ യാതൊരു വിധമായിട്ടുള്ള ബിസിനസ്സും നടക്കില്ല. നിങ്ങൾ കൈക്കൂലി കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് രൂപേണ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം, പൊതു അറിവിലേക്ക് പറയാം. ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരുന്ന ആരാ? ജപ്പാൻ ഗവൺമെൻറ്. നമ്മുടെ ഇവിടെ നിന്നുള്ള എഞ്ചിനീയർമാരെ വെച്ചുകൊണ്ട്. അപ്പോൾ ഈ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കുഴിയെടുക്കുന്നതിലേ അവരുടെ ബുൾഡോസർ വെച്ചിട്ട് ഞാനവിടെ വഴിയിൽ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരിക്കുന്നത്, ദൂരദർശൻ്റെ ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ അതിന് കാർ പോർച്ചാണ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടില്ല, കോമൺ ആയിട്ടുള്ള കാർ പോർച്ച്. അപ്പോൾ ഞാനൊരു കാർ പോർച്ചിന് വേണ്ടിയിട്ട് ഒരു ടാർപോളിൻ ഷീറ്റൊക്കെ വെച്ച് കെട്ടിയ ആളിനെ കൊണ്ട് കെട്ടിച്ചൊക്കെ കാർ അവിടെ ഇട്ടിട്ടുണ്ട്. ഇവരുടെ ബുൾഡോസർ പോയപ്പോൾ ഇതിൻ്റെ ഈ പൊക്കം കാരണം ഇതിൻ്റെ ഈ പന്തലങ്ങ് പോയി. ഇതൊരു മേക്ക് ഷിഫ്റ്റ് പന്താണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അത് സൈറ്റ് എഞ്ചിനീയർ ഞാനത് സാറേ നഷ്ടപരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞ് ഇത് ശരിയാകാനുള്ള ഇതിനാകെപ്പാടെ 150 രൂപ ഇട്ടുള്ളൂ. ഇയാൾ 1000 രൂപ എടുത്തിൻ്റെ കൈ തരിക. ഞാൻ പറഞ്ഞു ഇത്രയൊന്നും വേണ്ട സാറേ, അങ്ങനല്ല, ഇത് ഞങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു, ഇനി ആളിനെ വെച്ച് സാറിന് ചെയ്യണ്ടേ, അതിന് വേണ്ടി തന്നിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളിത് കയ്യിനെടുത്ത് തരികയല്ലേ, നിങ്ങളുടെ ഫണ്ടിൽ നമ്മുടെ ഇതനുസരിച്ച് കൈക്കൂലിക്ക് പണം കൊടുക്കുകയില്ല, ഇങ്ങനെ പൈസ കൊടുക്കാൻ പണം കൊടുക്കില്ല, ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കാൻ പണം കൊടുക്കാൻ വ്യവസ്ഥയില്ല നമ്മുടെ ഇതിൽ, നമ്മുടെ ചിട്ടയിൽ, നമ്മുടെ സിസ്റ്റം അതാണ്. പക്ഷേ അയാൾ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, സാറേ നിൽക്കുന്ന
ഇവിടെ ഓരോ കാര്യം സാധിക്കാൻ കൈക്കൂലി വരെ കൊടുക്കേണ്ടി വരും. ആ കൈക്കൂലിക്ക് കൊടുക്കാനുള്ള പണം കൂടാണ് ജപ്പാൻ ഗവൺമെൻറ് ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായി? ഇതിൻ്റെ ഭാഗമായിട്ട് അത് നടത്തേണ്ടി വരും. ജപ്പാൻ ഗവൺമെൻറ്റിന് അറിയാം ഇന്ത്യ ഈസ് എ കറപ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ തൊഴിലാളികളെ നിലനിർത്താൻ വേണ്ടിയിട്ട് അനിവാര്യമായിട്ടും ചില ഫണ്ടുകളൊക്കെ ചിലർക്ക് കൊടുക്കേണ്ടി വരും. ഇതിന് പറയുന്ന പേര്, അദാനി ഇട്ടിരുന്ന പേര് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നാണ്. അമേരിക്കൻ പ്രോസിക്യൂട്ടർമാർ അതിനെ ബ്രൈബറി എന്ന് വിളിക്കുന്നു. ഇതിലേതാ സത്യമെന്ന് നമുക്കറിയാൻ വയ്യാത്ത ഒരു പണമിടപാടാണ്. കോടിക്കണക്കിനായിട്ടുള്ള ഡോളറുകൾ, ദശലക്ഷക്കണക്കിനല്ല, 30 ലക്ഷം കോടി 300 ദശലക്ഷം കോടിയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ബിസിനസ് ടിക്കൂൺ തന്നെയാണ് അദാനി. എവിടെ പണം എറിയണമെന്നും എവിടെ പണം കൊയ്യണമെന്നും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. മോദിക്കാകട്ടെ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എവിടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടാക്ടിക്സ് നമുക്ക് ഇറക്കാം എന്നുള്ളത്, തന്ത്രങ്ങൾ ഇറക്കാം എന്നുള്ളത് മാത്രമാണ് അതിൽ തൽപരരാണ് അല്ല ഈ പണത്തിൻ്റെ കാര്യം അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി ഇതിൻ്റെ കൈക്കൂലിയൊന്നും ആവശ്യമുള്ള ആളൊന്നുമല്ല. അവർ തമ്മിലൊരു ചങ്ങാത്തമുണ്ട്. കാരണം ഇന്ത്യ മുന്നോട്ട് പോകണമെങ്കിൽ ഈ വ്യവസായം നിലനിർത്തണം. തകർന്നു പോയാൽ പറ്റില്ല. ഞാൻ ഇങ്ങനെയൊന്നും കൊടുക്കില്ല എന്നും പറഞ്ഞൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ വ്യവസായം കൂപ്പുകുത്തും വേറെ ആൾ. ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് കോമ്പറ്റീഷൻ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വരുന്ന അമേരിക്കയിലെ വ്യവസായികളും കൂടെയാണ്. അതിലവർക്ക് അസൂയ ഉണ്ടാവും. അവർ കെട്ടിച്ചമച്ച ഒരു കേസാണ്. അന്യരാജ്യത്ത് പോകുമ്പോൾ നമ്മളും ഇതുപോലെ പെപ്സിക്കോളയ്ക്കെതിരെ സമരം നടത്തി അവരെ പൂട്ടിച്ച് നമുക്കറിയാമല്ലോ. പെപ്സിക്കോൾ ആഗോള ഭീമൻ കമ്പനിയാണ്. അവർ വീണ്ടും തിരിച്ചു വന്നല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ ധീരുഭായി അംബാനി എന്ന് പറയുന്ന ഒരു ബിസിനസ് ടിക്കൂൺ, ഈ അംബാനിമാരുടെയൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇതുപോലെ കൈക്കൂലിയുടെ പേരിൽ ഷെൽ കമ്പനികളുടെ പേരിൽ തന്നെ ഇതുപോലെ തന്നെ വമ്പിച്ച ക്യാമ്പയിനായിരുന്നു. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം, 2 ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, അന്ന് ഒറ്റ ഇന്ത്യൻ എക്സ്പ്രസ് ഉള്ളൂ, വമ്പിച്ച ക്യാമ്പയിൻ എടുത്തു ഗോയങ്കയുടെ നേതൃത്വത്തിൽ. ദിവസവും വാർത്തകൾ, അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡെസ്ക് ഞാനുണ്ട്. ദിവസവും വാർത്തകൾ, റിലയൻസ് ഷെയർ പ്ലമറ്റ്, തകർന്ന് തരിപ്പണമാകുന്നു. കുറച്ച് നാൾ അവരുടെ ഷെയർ ക്യാപിറ്റൽ, ഷെയർ മാർക്കറ്റിൽ അവർ തകർന്ന് കൂപ്പുകുത്തി. പക്ഷേ ഇപ്പോൾ എന്താ, ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് അവരുടെ റിലയൻസിൻ്റെ സാമ്രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ഒരു തകർച്ച, ഒരു താഴ്ചയും ഉയർച്ചയൊക്കെ ഉണ്ടാവും. ഇത് വലിയൊരു സംഭവമായിട്ട് കൊട്ടിക്കൊഴിച്ച് ഇതൊരു മോദി അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കും. അതായത് അമേരിക്കയിൽ പോയി, ഇന്ത്യയിലല്ല അദ്ദേഹം അവര് കൊടുത്തിരിക്കുന്നത്, ബ്രൈബറി കൊടുത്തിരിക്കുന്നത്. അതെ, അമേരിക്കയിൽ പോയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പുറത്തു വന്ന വിവരങ്ങൾ. അവിടെയാണ് കൃത്യമായി തെളിവോട് കൂടിയിട്ട് അവിടെ ഇത്തരം വലിയ ബ്രൈബറി കൊടുത്തത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും കേസ് എടുത്തിരിക്കുന്നതും. അത് ചെറിയ കാര്യമായിട്ടാണോ നമ്മൾ കാണുന്നത്? അത് സർക്കാർ ലെവലിലുള്ള ബ്രൈബറിയുടെ കാര്യം അവർ പറയുന്നത്. എങ്ങനെ അവിടെ ഇരുന്നു തന്നെ ആണല്ലോ ഒരു മഹാൻ, ജോർജ് സോറോസ് എന്ന് പറയുന്ന മഹാൻ, എൻ്റെ ബിസിനസ് നിലനിർത്താനായിട്ട് ഞാൻ ഇന്ത്യയിലെ പത്രക്കാർക്ക് പണം കൊടുക്കും, അവരെ കൊണ്ട് എഴുതിപ്പിക്കും എന്ന് 90 വയസ്സുള്ള ആ മനുഷ്യൻ, ആ വന്ധ്യവയോധികൻ പറഞ്ഞത് അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ്. ഈ ജോ ബൈഡന് കീഴിലിരുന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് പിന്നെ എന്താ കൈക്കൂലി അല്ലാതെ? പത്രക്കാർക്ക് ഇങ്ങനെ പണം കൊടുത്ത് എഴുതിപ്പിക്കുന്നത് എന്താ? വോട്ടിന് പണം കൊടുക്കുന്നത് പോലെ ഒരു തെറ്റല്ലേ കാണിച്ചത്? അത് ബ്രൈബറി അല്ലേ? പരസ്യമായിട്ട് പറഞ്ഞതാണല്ലോ അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് ലൈവായിട്ട് കേട്ടതാണല്ലോ. ഇത് ബ്രൈബറി അല്ലേ? ഈ ബ്രൈബറി നടക്കുന്നിടത്താണോ അദാനി ഇങ്ങനെ കൊടുത്തു എന്നും പറഞ്ഞ് വലിയ കേസാക്കി മാറ്റുന്നത്? കേസ് വരട്ടെ, അദ്ദേഹം അതിനെ അപ്പീൽ ഫയൽ ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ അദ്ദേഹം പറയും. നേരത്തെ വന്നതാണല്ലോ ഷെൽ കമ്പനികൾ ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ബോംബായിട്ട് ഷെല്ലുകൾ ഇങ്ങനെ ചെറിക്കും. പക്ഷേ സെബി ആണല്ലോ അന്വേഷണം നടത്തിയത്. സെബി എന്ന് പറയുന്നത് CBIയേക്കാൾ ശക്തമായിട്ടുള്ള സാമ്പത്തിക ഫ്രോഡ് അന്വേഷിക്കുന്ന സ്ഥാപനമാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ കൺക്ലൂഷൻ എന്തായിരുന്നു? ഇതിനകത്ത് ഒരു തിരിമറി നടത്തിയിട്ടില്ല എന്ന് മാത്രമാണ് പറഞ്ഞ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഇതുപോലെ തന്നെ കേസ് നമുക്കറിയട്ടെ. ഇതിന്റെ അവസാനം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ വെറുതെ വിടണം. അദാനി എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ 2014 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് താഴെ തട്ടിലുണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അത് റിലയൻസ് മാതിരിയുള്ള ഒരാളല്ല. പക്ഷെ അവിടുന്ന് മോദിയുടെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആളായിട്ട് മാറി. അതുകൊണ്ട് എന്താ അദ്ദേഹത്തിന് തെറ്റ് ശരീരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതായത് അനധികൃതമായിട്ട് എല്ലാ തരത്തിലും അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് നരേന്ദ്രമോദിയെ ആണെന്നാണല്ലോ ഇപ്പൊ രാഹുൽ ഗാന്ധിയും പറയുന്നത്. തെളിവ് എവിടെ?
ആ തെളിവുകളുടെ മാധ്യമങ്ങൾ പറയാൻ ആർക്കാ അല്ല, അദ്ദേഹം നിരത്തിയ തെളിവുകൾ പലപ്പോഴും ഈ പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. ഓസ്ട്രേലിയയിൽ തന്നെ പോയി അദ്ദേഹം അവിടെ കൽക്കരി ഖനി വാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് വാങ്ങിക്കൊടുത്തതിന്റെ ഒക്കെ രേഖകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഞാൻ പറയാം, ഓസ്ട്രേലിയൻ സർക്കാർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സർക്കാരിനെ പോലല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രോഡ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അദാനിയെ പിടിച്ച് അവർ ജയിലിലിടും, ഒരു സംശയം വേണ്ട അതിന്. ഈ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞ പത്രത്തിന്റെ പണം എടുത്തിട്ട് സ്വന്തം വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചു എന്നുള്ള കേസിലെ പ്രതിയാണ്. ഒരു ട്രസ്റ്റിന്റെ പണം എടുത്തിട്ട് സ്വന്തം വീട്ടിന് വേണ്ടി ചെലവാക്കി എന്നുള്ള കേസ് നിലനിൽക്കെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ആളാണ് അദ്ദേഹം. അതറിയുമോ? ആ ചിദംബരം എന്ന് പറയുന്ന ആള്, കീർത്തി ചിദംബരം എന്ന് പറയുന്ന ആള് കേസ് ശരിയാണെന്ന് തെളിഞ്ഞിട്ട് അതിന്റെ പേര് ജാമ്യം എടുത്ത് പുറത്ത് നിൽക്കുക. അദാനി ഒരു ജാമ്യം എടുത്തിട്ട് ചിദംബരത്തിനെതിരെയുള്ള കേസ് ഇപ്പോൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞു. സ്റ്റേയല്ലേ? കേസ് നിലനിൽക്കുന്നു. കേസ് തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തെ അക്വിറ്റ് ചെയ്തിട്ടുണ്ടോ? കാർത്തി ചിദംബരത്തിനെ അക്വിറ്റ് ചെയ്തിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി അക്വിറ്റ് ചെയ്തിട്ടുണ്ടോ? സോണിയാഗാന്ധി അക്വിറ്റ് ചെയ്തിട്ടുണ്ടോ? റോബർട്ട് വാദ്രയെ അക്വിറ്റ് ചെയ്തിട്ടുണ്ടോ? അവരുടെ കുടുംബത്തിൽ ആരെയാണ് അക്വിറ്റ് ചെയ്തിട്ടുള്ളത്? ആരെയും അക്വിറ്റ് ചെയ്തിട്ടില്ല. ആ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുണ്ടല്ലോ, റയാൻ എന്നൊക്കെ പറയുന്ന കുട്ടി, മറ്റേ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. ആ കുട്ടികൾ മാത്രമേ ഉള്ളൂ കേസിൽപ്പെടാത്ത അവരുടെ കുടുംബത്തിൽ. എന്നിട്ടാണ് ഇങ്ങനെ വന്ന് അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. എന്ത് വിശ്വാസ്യതയാ? ഒരു രാജ്യം നന്നാവാൻ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ വേണം. ഈ രാജ്യം ഒരു തരത്തിലും നന്നാവാൻ സമ്മതിക്കത്തില്ലെന്നൊരു പിടിവാശി തന്നെ അങ്ങേരൊക്കെ നിൽക്കുക. ഇത് തെളിയട്ടെന്നേ. അമേരിക്കക്കാർ കേസെടുക്കും. മോദിയൊന്നും സ്വാധീനിച്ചാലൊന്നും സ്വാധീനിക്കാൻ പോകുന്നില്ല. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അടുത്ത പ്രസിഡന്റായിട്ട് വരികയാണ്. ആ ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെ പ്രചാരണങ്ങളിൽ പോവുകയും ആളുകൾക്ക് പണം കൊടുക്കുകയും ചെയ്ത ആളാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ലോക കോടീശ്വരൻ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. കൊടുത്ത് എന്തേ അവിടെ അതിൻ്റെ പേരിൽ ഒരൊറ്റ കേസെങ്കിലും അവിടെ നിലനിൽക്കുന്നുണ്ടോ? അതൊക്കെ പിന്നെ ഈ ആളുകൾക്ക് 1000 കോടി ഡോളറും ഒക്കെ കൊടുക്കുന്നത് കൈക്കൂലിയല്ല, പിന്നെന്താ? എന്നിട്ട് പിന്നെ അതിനെ 1000 കോടിയേക്കാൾ കൂടുതലാണോ ഈ 250 ദശലക്ഷം? 250 ദശലക്ഷം എന്ന് പറയുമ്പോൾ 250ന്റെ കൂടെ ഒരു 0 കൂടെ ഇടുന്നു. 2500 ലക്ഷം ആണല്ലോ. 2500 ലക്ഷം എന്ന് പറയുമ്പോൾ ഡോളറാണ്. ആയിക്കോട്ടെ, അവിടുത്തെ കണക്ക് അങ്ങനെയാണ്. 2500 ലക്ഷം ഡോളറാണല്ലോ. അതിന് 100 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരുന്നു? 100 കൊണ്ട് ഹരിച്ചു നോക്കൂ. 2500 അല്ലേ പറഞ്ഞത്? 2500ന്റെ 2 0 പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര വരും? 25 കോടി ഡോളർ. മറ്റേത് 1000 കോടി ഡോളറാണ്. അദ്ദേഹം ഞാൻ കൊടുക്കും, ഓരോരുത്തർക്കുമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ സംഭവങ്ങളാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്. ഇന്ത്യയിൽ അത് എന്തൊരു വലിയ വിപ്ലവം ഉണ്ടാക്കിയതിന്, എന്തൊരു വലിയ പ്രഹരമായി പോയതിന്. പാരസ്യമായിട്ട് ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തു. ഇത്തരം ഒരു വ്യവസായി കൂടെ നിന്ന് പ്രചാരണം നടത്തി. ഈ അദാനി കൂടെ നിന്നൊന്നും പ്രചാരണം നടത്തിയിട്ടില്ല. വിദേശയാത്ര പോയിട്ടുണ്ട്, പത്രക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് പണ്ട്. അത് അഴിമതിയാണോ? ചില ആവശ്യങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരും. ഈ ബിസിനസ് ചർച്ചകൾ നടത്താൻ പിന്നെ ആരാ ഉള്ളത്? കരാർ ഒപ്പുവയ്ക്കുന്ന സമയത്ത് ഈ കരാറിൽ ഏർപ്പെടാൻ പിന്നെ ആരാ? മോദി അങ്ങനെ വ്യവസായികളൊന്നും ഇല്ലല്ലോ മന്ത്രിസഭയിൽ. അതായത് ഇന്ത്യയിലെ എയർപോർട്ടുകള്, ഇന്ത്യയിലെ സീപോർട്ടുകള് എല്ലാം തന്നെ ഇപ്പോൾ അദാനിന്റെ കൈവശത്തേക്ക് പോയി. ശ്രീലങ്കയിലുണ്ട്. അദ്ദേഹം ചൈനയിലും പോയി ചെയ്യട്ടെ, എന്താ പ്രശ്നം? അതൊക്കെ ആ ലൈസൻസ് രാജിന്റെ കാര്യമൊക്കെ പോയി കഴിഞ്ഞാൽ മിടുക്കന്മാർ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അവിടാണ് അവിടെ നടക്കുന്നത്. റഷ്യയുടെ ആ മുതലാളി പിന്നെ ആ കമ്മ്യൂണിസ്റ്റ് സംസ്കാരവും പോയി കഴിഞ്ഞു. മുതലാളിത്തത്തെ കയറൂട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പുരോഗമിച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് പണ്ട് സിംഗപ്പൂരും പുരോഗമിച്ചത്. വ്യവസായം വളർത്താൻ കഴിവുള്ളവർ വളരണം. അവരെ അടിച്ചമർത്തിക്കൊണ്ട് അവരെ ലൈസൻസ് രാജിന്റെ ഭീഷണി കാട്ടി തളർത്തുകയല്ല ചെയ്യേണ്ടത്. ടാറ്റ, ബിർള, ഗോയങ്ക, നാട് മുടിക്കും കുത്തകൾ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് നടക്കാം. നാട്ടിലുള്ള പൗരന്മാർക്ക് തൊഴിൽ കിട്ടില്ല, ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടില്ല, രാജ്യം മുന്നോട്ട് പോവില്ല. ഈ ISRO തന്നെ എന്താ പാർട്ട്ണർഷിപ്പ് നടത്തുന്നത് പ്രൈവറ്റ് ഫേംസുമായിട്ട്? നമ്മുടെ പ്രതിരോധ സംവിധാനം തന്നെ നിലനിർത്തണമെങ്കിൽ പ്രൈവറ്റുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വേണം. ഗവൺമെൻറ് ജോലിക്കാർക്ക് എന്താ ശരിക്കുള്ള ഉത്തരവാദിത്വം? അവർ ചെയ്യുമോ? DRDO ഒക്കെ ചെയ്യുന്നുണ്ട്. അതല്ല ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് അമേരിക്കയിൽ കേസുള്ളത് കൊണ്ട് യാതൊരു കുഴപ്പവും അദാനിക്ക് വരാൻ പോകുന്നില്ല. കുഴപ്പമുണ്ട്, സംശയമുണ്ട്, നമ്മൾ സംശയിക്കണം. പക്ഷേ സംശയത്തിൻ്റെ ആനുകൂല്യം നല്ലതാണ്. കേസിൽ അദ്ദേഹം പിടിക്കപ്പെടുന്നത് പിടിക്കപ്പെട്ട് അവിടെ ശിക്ഷിക്കുന്നത് വരെ അദ്ദേഹം ആരോപിതൻ മാത്രമാണ്, കുറ്റവാളിയല്ല എന്നുള്ളത് നമുക്ക് ബോധ്യം വേണം. അതേസമയം കിങ് ഫിഷറിന്റെ ഉടമസ്ഥൻ ഉണ്ടല്ലോ, ഉടമസ്ഥൻ വിജയ് മല്യ. ആ വിജയ് മല്യ ലണ്ടനിൽ നിന്ന് വിട്ടുകിട്ടാനും ആ കേസ് ജയിച്ചു കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി ഇതുവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലല്ലോ. അഴിമതിക്കാരൻ അവിടെ കഞ്ഞിയും കൊടുത്ത് വെച്ചിരിക്കുകയാണ് ബ്രിട്ടൻ. അത് നമ്മൾ മറക്കണം.
അതുപോലെ തന്നെയാണ് ഒരു ഇവിടെ ഡയമണ്ട് നിന്ന് മർച്ചന്റ് ഉണ്ട്. ഇവിടെ നിന്ന് കേസുള്ള സമയത്താണ് ബ്രിട്ടനിലേക്ക് പോയിട്ടുള്ളതും കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കേസുള്ള സമയത്ത് രക്ഷപ്പെട്ടു. സമയത്താണ് അതെ ഇവിടുന്ന് അതെ. പോയിട്ടുള്ളത്. ആ. അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒക്കെ സഹായത്തോടെ അല്ലാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുപോലെ യൂണിയൻ കാർബൈഡിന്റെ ഇവിടുത്തെ പ്രസിഡന്റ് രായ്ക്ക് രാമാനൻ 2000 പേരെ കൊന്നിട്ട് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ നിന്ന് സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടില്ലേ? അതുപോലെ തന്നെ അർണോൺ കൊഷാഗി എന്ന് പറയുന്ന ബോഫോഴ്സ് ഇടപാടിലെ ഇടനിലക്കാരൻ കേസിൽപ്പെട്ടിട്ടും സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടില്ലേ? ആരാണ് അവർക്കൊക്കെ പോകാൻ വേണ്ട സുരക്ഷിതമായ മറയൊരുക്കിയത്? അന്നത്തെ കോൺഗ്രസ് ഭരണകൂടം. ജനങ്ങൾ മറന്നു, പലർക്കും മറവി ഉണ്ടായിരിക്കാം, പക്ഷേ ഞാനിതൊക്കെ ഓർക്കുന്നുണ്ട്. കാരണം ഈ വാർത്തകളെല്ലാം അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ കൂടി കൊടുത്തുകൊണ്ടിരുന്നതാണ്. വന്ന് ഞാൻ തന്നെ ഡെസ്കിലിരുന്നു, റിപ്പോർട്ട് ചെയ്ത ആളൊന്നും അല്ലേ, അതൊക്കെ മിടുക്കന്മാർ. ആ വാർത്തകൾ അന്ന് ചെയ്യും. അതായത് രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയുടെ സമ്പത്തിന്റെ ഭൂരിപക്ഷം ഭാഗവും അദാനിയിലേക്കും അംബാനിയിലേക്കും മാത്രം പോയിരിക്കുന്നു. CPM പണ്ട് പറഞ്ഞ വാദം തന്നെയാണിത്. സമ്പന്നരായ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരൊരു ചെറിയൊരു കടം വന്നു കഴിഞ്ഞാൽ അവരെ പിടിച്ചകത്താക്കുന്ന ഒരു കാലഘട്ടത്തിൽ കോടാനുകോടി രൂപ ബില്യൺ ഡോളേഴ്സ് ഇവിടെ അവർക്ക് ലോണുകൾ കൊടുക്കുന്നു, എഴുതി തള്ളുന്നു എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അസൂയ. ഇതിനാർക്ക ഈ അദാനിയെ പോലെ സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാനും ബിസിനസ് നടത്താനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഈ 140 കോടി ജനങ്ങൾക്കും പൗരന്മാർക്കും ഉണ്ട്. നിങ്ങൾ വിജയിപ്പിക്കും, പലരും അങ്ങനെ ചെയ്ത് വിജയിക്കുന്നുമുണ്ട്. പലരും ചെയ്ത് വിജയിപ്പിച്ചപ്പോൾ മിടുക്കന്മാരാവുന്നുണ്ട്. മധ്യവർഗത്തിന്റെ വരുമാനം പല മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയുടെ ഇൻകം ടാക്സ് വർദ്ധിക്കുന്നത്. IT ഇൻകം പല മടങ്ങ് വർദ്ധിച്ചിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും അതുകൊണ്ടാണോ ഇന്ത്യയിലെ ഇൻകം ടാക്സ് വർദ്ധിച്ചിട്ടുള്ളത്? ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലത്തിന്റെ 10 മടങ്ങാണ്. ആ അന്തരീക്ഷം ഉപയോഗിച്ച് പലരും ചിലർ വളരെ വലിയ ശാഖോപശാഖകളുള്ള വൃക്ഷങ്ങളായിട്ട് അതന്യപ്പോലെ വളരും, മറ്റു ചിലരൊക്കെ ചെടികളായിട്ട് വളരും, ചിലരൊക്കെ മുളയ്ക്കാതിരിക്കുകയും ചെയ്യും, കുരുന്നിലെ തന്നെ പോവും. അത് ഓരോരുത്തരുടെ ബിസിനസ് സ്നാക്ക് അനുസരിച്ചിരിക്കും. അതായത് എല്ലാവരും ഏത് ബിസിനസ്സിനും GST എന്ന് പറയുന്ന ഒരു നൂലാമാല വന്നതുകൊണ്ടല്ലേ ഇന്ത്യയിൽ ഇത്രയധികം എല്ലാ പണവും അക്കൗണ്ടിൽ കൂടെ വന്ന് GST അടച്ച് ഒരു GST എന്നുള്ള സാധനം വന്നപ്പോഴല്ലേ ഇത്രമാത്രം സമ്പന്ന രാജ്യമായിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. ഇക്കോസിസ്റ്റം ഒരുക്കി. അതിനുള്ള ഇക്കോസിസ്റ്റം മോദി ഒരുക്കി. മിടുക്കന്മാർക്ക് മിടുക്കരാവാം. താഴോട്ട് പോയവരെ അദ്ദേഹം സഹായിക്കുന്നുണ്ട്. അതിനുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, പെൻഷൻ ഉൾപ്പെടെ, സ്റ്റാൻഡപ്പ് ഇന്ത്യ ഉൾപ്പെടെ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഉൾപ്പെടെ, ഏകലവ്യ സ്കൂൾസ് ഉൾപ്പെടെ ഉണ്ട്. അതിൻ്റെ മറുവശം കൂടിയുണ്ട്. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ, ബിസിനസ്സിൽ വളരാൻ കഴിയാത്തവർക്ക്, അതിന് കഴിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഉണ്ട്. അതുപോലെ തന്നെ ടാറ്റ വളർന്നപ്പോൾ നെഹ്റു കുടുംബം വളർത്തിയത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ 50% പ്രോഫിറ്റ് പാവങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്, പൊതുജന താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ടാറ്റ ഇൻഡസ്ട്രീസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ടാറ്റ വിനിയോഗിക്കുന്നത്. അദ്ദേഹം ഇന്ത്യക്കാരൻ പോലും അല്ല, ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ പാഴ്സിയ. അത് നമ്മൾ നോക്കണം. അങ്ങനെ വേണം ഇന്ത്യയെ സ്നേഹിക്കാൻ. അല്ല ഈ രാഹുൽ ഗാന്ധിയെ ഈ ഇന്ത്യക്ക് വേണ്ടി തുറക്കുന്ന ഈ സ്നേഹത്തിൻ്റെ കടയുണ്ടല്ലോ, ഇന്ത്യയെ ഒരിക്കലും ഉയരാൻ സമ്മതിക്കരുതെന്ന ജോർജ് സൊറോസിൻ്റെ അതേ ലക്ഷ്യവുമായിട്ട് പോകുന്നത് മര്യാദഘട്ട പരിപാടിയാണ്. എപ്പോൾ അദാനിക്കെതിരെ കേസുണ്ടെങ്കിൽ ഉടനെ മോഡി. കാരണം എന്താ? ജാമ്യത്തിൽ നിൽക്കുക. ഇനിയും മോദി ഇരുന്ന അദ്ദേഹം വീണ്ടും മോദി ഇല്ലായിരുന്നെങ്കിൽ ഈ അദാനി ഇത്രമാത്രം വളരുമായിരുന്നു. എനിക്കറിയില്ല. മോദിയല്ല വേറെ ആര് പറഞ്ഞാലും കഴിവുള്ളവനാണെങ്കിൽ വളരും. അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇന്ത്യയിൽ നടപ്പാക്കിയെന്നല്ലാതെ അദാനിക്ക് വേണ്ടി ഏതെങ്കിലും ഫേവർ ചെയ്തിട്ടുള്ള ഈ സർവ്വമേഖലയിലും പ്രധാനപ്പെട്ട പോർട്ടുകള്, എയർപോർട്ടുകള് എല്ലാം തന്നെ കൈയടക്കണമെങ്കിൽ അത് കൈയടക്കണമെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഈ കൊളോണിയൽ സാമ്രാജ്യം പോലല്ല. ഇന്ത്യയിലെ വ്യാപാരം നടത്തുന്നതിനും ബിസിനസ് ഉയർത്തുന്നതിനും അതിൻ്റെ നിയമങ്ങളുണ്ട്. നിയമങ്ങൾ ലംഘിച്ച അദ്ദേഹത്തിനെതിരെ നടപടി വരും, ഫൈൻ വരും, അല്ലെങ്കിൽ പിടിച്ച് ജയിലിൽ വിടും. ഇതൊക്കെ പരിശോധിക്കാൻ ഇവിടെ കമ്പനി ലോസ് ഉണ്ട്, ആക്ട്സ് ഉണ്ട്. കമ്പനി നമ്മൾ അറിഞ്ഞല്ലോ. ഇപ്പോൾ വീണ വിജയന്റെ ഒരു കാര്യത്തിൽ തന്നെ SIFO എന്ന് പറയുന്ന SFI എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ആ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സീരിയസ് ഫ്രോഡിനെ കുറിച്ച് SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവരന്വേഷിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്, ബന്ധനങ്ങളുണ്ട്. അല്ല ഈ തന്നിഷ്ടം പോലെ കൈക്കൂലിയും കൊടുത്ത് അങ്ങനൊന്നും വിരാജിക്കാൻ ആർക്കും പറ്റില്ല, ഒരു അദാനിക്കും പറ്റില്ല.
സംശയമൊന്നുമില്ല. കൈക്കൂലി കൊടുത്ത് ഒതുക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ കൃത്യം അവർ നിർവഹിക്കും. അതായത് അദാനി ഇപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ വേറെ കാര്യമൊന്നുമില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. കാര്യമുണ്ട്. ഇത് സത്യം അറിയണം. സത്യം അറിയാൻ നമ്മൾ എടുത്തു ചാടിയിട്ട് കാര്യമില്ല. പ്രോസിക്യൂട്ടർമാരാണ്. കേസ് വരട്ടെ, അതിൻ്റെ നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ കരുതുന്നത്. ഇപ്പം രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത് ഞാൻ ശുദ്ധനാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണെന്നാണല്ലോ. അദ്ദേഹത്തിനെതിരെ കേസ് നിലവിലുണ്ടല്ലോ. അപ്പം പിണറായി വിജയനും പറയുന്നത് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നു. കേസുണ്ടല്ലോ. സത്യം വരട്ടെ, പുറം ലോകം അറിയട്ടെ. ഇതാണ്. എന്തായാലും അദാനിക്കെതിരെ എടുത്ത കേസിലെ സത്യാവസ്ഥ പുറത്തു വരട്ടെ, അപ്പോൾ കൂടുതലായി നമുക്ക് പ്രതികരിക്കാം എന്നാണ് ശ്രീ പന്തളം രാജേന്ദ്രൻ പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. നന്ദി, വളരെ സന്തോഷം.